വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പിന് ആക്കം കൂട്ടുന്ന നടപടികൾ പുരോഗമിക്കുന്നു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വിഷയത്തിൽ കേന്ദ്രവുമായി തർക്കം തുടരുന്നതിനിടെ സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന കാപെക്സ് വായ്പ അഥവാ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫോർ സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീം പ്രകാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് 795 കോടിയുടെ ധനസഹായം അനുവദിച്ചു കേന്ദ്രം. കൊച്ചി മെട്രോ പദ്ധതിക്കുൾപ്പെടെ 1059 കോടി രൂപയാണ് കേരളത്തിന് 2024-25 വർഷത്തിലേക്ക് കാപെക്സ് പദ്ധതി പ്രകാരം അനുവദിച്ചത്. 50 വർഷത്തേക്കാണ് പലിശരഹിതമായ വായ്പ അനുവദിച്ചത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്താത്ത ഈ തുക ഈ സാമ്പത്തിക വർഷം തന്നെ വിനിയോഗിക്കുകയും വേണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ചരക്ക് ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ വിവിധ രംഗങ്ങളിൽ കേരളത്തിന്റെ സാധ്യത വർദ്ധിച്ചു എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പ്രധാനമായും നികുതി വരുമാനത്തിൽ. ചരക്ക് ഇറക്കുമ്പോൾ അതിന്റെ മൂല്യത്തിന് മേൽ ഇന്റഗ്രേറ്റഡ് GST കസ്റ്റംസ് ഈടാക്കും. ഇതിന്റെ പകുതി സംസ്ഥാനത്തിനാണ്. പുറമെ ചരക്ക് കയറ്റിറക്കുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും. തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന സേവനങ്ങൾക്കും കപ്പലുകൾ ഇന്ധനം നിറയ്ക്കുന്ന ചില സാഹചര്യങ്ങളും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും. ഒരു കപ്പൽ വന്നു പോകുമ്പോൾ വിഴിഞ്ഞത്തിന് 1 കോടി രൂപയെങ്കിലും ലഭിക്കും. ഇതിന്റെ 18% GST ആണ്. അതിന്റെ പകുതി കേരളത്തിനുള്ളതാണ്. ഇതുവഴി നികുതി വരുമാനം കൂടും. രാജ്യത്തേക്കുള്ള കണ്ടെയ്നറിൽ 20 മുതൽ 80% വരെ കൊളംബോ തുറമുഖത്താണ് ഇറക്കുന്നത്. അതിൽ 20 മുതൽ 30% വരെ വിഴിഞ്ഞത്ത് ഇറക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഒന്നാം ഘട്ടത്തിൽ 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് തുറമുഖത്തിനുള്ളത്. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ തുറമുഖത്തിന്റെ കുറഞ്ഞ ശേഷി 30 ലക്ഷം TEU ആകും. അതേസമയം സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം ഫോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി സപ്ലിമെന്ററി കരാറിൽ ഒപ്പുവെച്ചു. ആൽബിട്രേഷൻ നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് സപ്ലിമെന്ററി കരാർ ആവശ്യമായി വന്നത്. നിയമവകുപ്പിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയ ശേഷമാണ് സപ്ലിമെന്ററി കരാർ കേരളം അംഗീകരിച്ചത്. 2045 പൂർത്തീകരിക്കേണ്ടിയിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും കരാർ പ്രകാരം 2028 പൂർത്തീകരിക്കും. വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതാ പഠന റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 54,750 കോടി രൂപയാണ് മൊത്ത വരുമാനമായി 40 വർഷ കരാർ കാലയളവിൽ ലഭിക്കുക. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ വികസനത്തിനായി പ്രതീക്ഷിക്കുന്ന 10,000 കോടി രൂപയുടെ ചിലവ് പൂർണ്ണമായും അദാനി ഗ്രൂപ്പ് വഹിക്കും. കോവിഡ്, ഓഖി, പ്രളയം തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടായത് കണക്കിലെടുത്ത് പദ്ധതി കാലയളവ് 5 വർഷം നീട്ടി നൽകും. പദ്ധതിക്ക് കാലതാമസം വന്നാൽ പിഴയായ 219 കോടി രൂപയിൽ 43.8 കോടി രൂപ സംസ്ഥാനം പിഴയായി ഈടാക്കും. ബാക്കി തുക 2028 വരെ തടഞ്ഞുവയ്ക്കും. 2028 പദ്ധതി സമ്പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ കരാർ കാലാവധി 5 വർഷം നീട്ടിയത് റദ്ദു ചെയ്യും. തടഞ്ഞുവെച്ച തുകയും സർക്കാർ പിടിച്ചുവയ്ക്കും. പദ്ധതിക്കാകെ 8,867 കോടി രൂപയാണ് വേണ്ടത്. ഇതിൽ 5,595 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ VGF വിഹിതം, സംസ്ഥാന പണം ചിലവഴിക്കുന്ന പുലിമുട്ട് നിർമ്മാണം, ഭൂമി ഏറ്റെടുക്കൽ, റെയിൽ കണക്ടിവിറ്റി, ജീവനോപാധി നഷ്ടപരിഹാരം തുടങ്ങിയ ഘടകങ്ങൾക്കായാണ് 5,595 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട 5,595 കോടി രൂപയിൽ ഇതുവരെ 2,159.39 കോടി രൂപ ചെലവഴിച്ചു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ചൈനയിലെ ഷാങ്ഹായ് തുറമുഖത്ത് നിന്ന് തിരിച്ച GHT മറീനാസ് എന്ന ഹെവി ലിഫ്റ്റ് വെസൽ ഇനത്തിൽപ്പെട്ട കപ്പൽ തുറമുഖത്തിനാവശ്യമായ CRMG ക്രെയിനുകളുമായി തുറമുഖത്തെത്തി. ക്രെയിൻ ഇറക്കിയ ശേഷം കപ്പൽ കൊളംബോ തീരത്തേക്ക് തിരിക്കുമെന്ന് തുറമുഖ അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമാറ്റിക് കണ്ടെയ്നർ പോർട്ടായ വിഴിഞ്ഞം ഇതിനോടകം തന്നെ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ക്രെയിൻ അടക്കം 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 23 CRMG അല്ലെങ്കിൽ യാർഡ് ക്രെയിനുകളുമാണ് പ്രധാനമായും വിഴിഞ്ഞത്തുള്ളത്. കൂറ്റൻ മദർഷിപ്പുകൾ അടക്കം അടുക്കാൻ കഴിയുന്ന വിഴിഞ്ഞത്ത് ചരക്കു നീക്കം സുഗമമാക്കുന്നതിനാണ് ആധുനിക ക്രെയിൻ സംവിധാനം നടപ്പിലാക്കിയത്. സ്വാഭാവിക ആഴം, അന്താരാഷ്ട്ര കപ്പൽശാലൊന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയവയ്ക്കൊപ്പം ആധുനിക ക്രെയിൻ സംവിധാനവും വിഴിഞ്ഞത്തിന്റെ പെരുമ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷ. കൂടാതെ സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖലയെ ഒരു വ്യവസായ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യാവസായിക സാമ്പത്തിക വളർച്ചാ മുനമ്പ് പദ്ധതി കിഫ്ബി വഴി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ അനുമതി നൽകി കഴിഞ്ഞു. തുറമുഖത്തിന്റെ സാധ്യതകൾ കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കിഫ്ബി പദ്ധതികളുടെ പ്രഖ്യാപനത്തിനായി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിനാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം.